ഭർത്താവ് മരിച്ച സ്ത്രീ ഇതര സംസ്ഥാനത്ത് ടൂർ പോകാതെ പ്രാർത്ഥനയുമായി വീട്ടിലിരിക്കണമെന്ന സമസ്ത AP വിഭാഗം നേതാവ് ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടേരി 25 വർഷം മുൻപ് ഭർത്താവ് മരിച്ച കോഴിക്കോട് സ്വദേശിനി മക്കളോടൊപ്പം മണാലിയിൽ ടൂർ പോയതിനെയാണ് സഖാഫി വിമർശിച്ചത്. മതപണ്ഡിതൻ പ്രഭാഷണത്തിലൂടെ തകർത്തത് ഒരു കുടുംബത്തിൻ്റെ സമാധാനമാണെന്ന് നബിസുമയുടെ മകൾ. നവമാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് സഖാഫിക്കെതിരെ ഉയരുന്നത്. ഫ്രണ്ട്സ് ആദറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം. ഹായ്, എന്തൊരു മൊഞ്ചുള്ള കാഴ്ചയാണല്ലേ. വയസ്സാങ്കാലത്ത് ഒരു ഉമ്മയ്ക്ക് ഇതിൽ പരം എന്ത് സന്തോഷം. മക്കളും കൊച്ചുമക്കളും ചേർന്നൊരു ഉല്ലാസയാത്ര. പക്ഷേ പ്രായം 55 കഴിഞ്ഞ നബീസുമ്മ അന്യസംസ്ഥാനത്ത് പോയി മഞ്ഞ് വാരി കളിച്ചത് ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരിക്ക് ഒട്ടും പിടിച്ചില്ല. ദിക്കറും സ്വലാത്തും ചൊല്ലി വീട്ടിലിരിക്കേണ്ട പ്രായത്തിൽ ടൂറ് പോയതും പോരാ, കൂട്ടുകാരികളെ കൂടി വിളിക്കുന്നു. ഇതാണ് പ്രശ്നം. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്കറും സ്വലാത്തും ചെല്ലുന്നതിന് പകരം അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം. പക്ഷെ സഖാഫിയുടെ സാരോപദേശം കേട്ട പലരും മൂക്കത്ത് വിരൽ വെച്ചു. ഭർത്താവ് മരിച്ച ശേഷം 3 പെൺമക്കളെയും പോറ്റി വളർത്തിയ നബീസുമ്മ ഒരു ടൂറ് പോയതിനാണോ ഒരാൾ ഇത്രയും ക്രൂശിക്കുന്നതെന്ന് നാട്ടുകാർ ചോദിച്ചു. ഇത്രയും കാലം വീട്ടുപണിയെടുത്ത് കുടുംബം പുലർത്തിയെന്നൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? ഇപ്പൊ വീടിന്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. ഓരോരോ പ്രസംഗത്തിന്റെ ഗുണങ്ങളെ. പക്ഷെ ഉമ്മയുടെ സന്തോഷം തല്ലിക്കെടുത്താനെത്തിയ ഉസ്താദിനെ വെറുതെ വിടാൻ മക്കൾ തയ്യാറായില്ല. ഒരു പ്രമുഖ മതപണ്ഡിതൻ പ്രഭാഷണത്തിലൂടെ തകർത്തത് ഒരു കുടുംബത്തിന്റെ സമാധാനമാണെന്ന് മകൾ ഫേസ്ബുക്കിൽ എഴുതി. ഉമ്മാന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിന് സമാധാനം പറഞ്ഞേ തീരൂ. ഞങ്ങളുടെ ശരിയും തെറ്റും ആരെയും ബോധിപ്പിക്കേണ്ടതുമില്ലെന്നും മക്കൾ പറഞ്ഞതോടെ സഖാഫി എയറിലായി. ന്യൂസ് മലയാളം, കോഴിക്കോട്.